സൗരോർജ്ജം KSEBക്ക് ഷോക്ക് ഏൽപ്പിച്ചു. ബോർഡിന് 500 കോടിയുടെ അധിക ഭാരം, നിരക്ക് വർധനവിന് സാധ്യത. സംസ്ഥാനത്ത് സൗരോർജ്ജ ഉൽപാദനം വർദ്ധിപ്പിച്ചത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന് കനത്ത സാമ്പത്തിക ഭാരമാകുന്നു. വീടുകളിലും സ്ഥാപനങ്ങളിലും സോളാർ പാനലുകൾ വ്യാപകമായതോടെ ഗ്രിഡിലേക്ക് എത്തുന്ന അധിക വൈദ്യുതി കൈകാര്യം ചെയ്യുന്നതോടെ വർഷം തോറും ഏകദേശം 500 കോടി രൂപയുടെ അധിക ചെലവ് ഉണ്ടാകുന്നതായാണ് KSEBയുടെ വിലയിരുത്തൽ. ഈ നഷ്ടം നികത്താൻ യൂണിറ്റിന് 19 പൈസ വരെ ഉപഭോക്താക്കളിൽ നിന്ന് അധികമായി ഈടാക്കേണ്ടി വരുമെന്നും ബോർഡ് മുന്നറിയിപ്പ് നൽകുന്നു. പകൽ സമയങ്ങളിൽ സോളാർ പാനലുകളിൽ നിന്ന് വൻതോതിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് ഉപഭോക്താക്കൾ ഗ്രിഡിലേക്ക് നൽകുന്നു. നെറ്റ് മീറ്ററിംഗ് സംവിധാനം വഴി ഇങ്ങനെ നൽകുന്ന വൈദ്യുതി രാത്രിയിൽ അവർക്ക് തിരിച്ചെടുക്കാം. എന്നാൽ പകൽ സമയത്ത് കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്ന വൈദ്യുതിക്ക് പകരമായി രാത്രിയിലെ ഏറ്റവും തിരക്കേറിയ സമയങ്ങൾ കൂടിയ വിലയ്ക്ക് പുറത്തുനിന്നും വൈദ്യുതി വാങ്ങി നൽകേണ്ടി വരുന്നത് KSEBക്ക് വലിയ നഷ്ടമുണ്ടാക്കുന്നു. പകൽ സമയത്ത് ഗ്രിഡിലേക്കുള്ള സൗരോർജ്ജത്തിന്റെ ഒഴുക്ക് 1000 മെഗാവാട്ട് കടന്നതോടെ ഈ വൈദ്യുതി ഉൾക്കൊള്ളാൻ ബോർഡ് പ്രയാസപ്പെടുകയാണ്. ദീർഘകാല കരാറുകൾ ഉറപ്പിച്ച വൈദ്യുതി പോലും സൗരോർജ്ജം വരുന്നതിനാൽ ഉപേക്ഷിക്കേണ്ടി വരുന്നു. ഇത് വലിയ സാമ്പത്തിക നഷ്ടത്തിന് കാരണമാകുന്നു. ഗാർഹിക ഉപഭോക്താക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ 79% ഗ്രിഡിലേക്കാണ് നൽകുന്നതെന്ന് KSEBയുടെ പഠനത്തിലും കണ്ടെത്തിയിട്ടുണ്ട്. പ്രതിസന്ധി മറികടക്കാൻ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷന് മുന്നിൽ KSEB ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പുതിയ കണക്ഷനുകളിൽ നെറ്റ് മീറ്ററിംഗ് സംവിധാനം 2.3 കിലോവാട്ടായി പരിമിതപ്പെടുത്തുക. അതിനു മുകളിലുള്ളവർക്ക് നെറ്റ് ബില്ലിംഗ് രീതി നടപ്പാക്കുക. ഗ്രിഡിലേക്ക് വൈദ്യുതി നൽകുന്നവരിൽ നിന്ന് യൂണിറ്റിന് 1 രൂപ നിരക്കിൽ ഗ്രിഡ് സപ്പോർട്ട് ചാർജ് ഈടാക്കാൻ കമ്മീഷന് കരട് നിർദ്ദേശം വെച്ചിട്ടുണ്ട്. എന്നാൽ ഇത് വളരെ കുറവാണെന്നും യഥാർത്ഥ ചെലവ് യൂണിറ്റിന് 7 രൂപയോളം വരുമെന്നും KSEB പറയുന്നു. ഈ നിർദ്ദേശങ്ങൾ ഉപഭോക്താക്കൾക്ക് അധിക ഭാരമാകുമോ എന്ന ആശങ്കയും ശക്തമാണ്. സൗരോർജ്ജത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നയങ്ങളിൽ നിന്നും പിന്നോട്ട് പോക്കാണെന്നും ഉപഭോക്തൃ സംഘടനകൾ ആരോപിക്കുന്നു.